Hi, it's a day 3 of my 71 days winter arc challenge, and I'm sadly I relapsed yesterday 2 times, one in the noon time as well as in the night time, and I also took junk food. Yesterday started, it was a better day. I thought I could have a good day, but later on that day, എന്തോ ലീസിനെസ് ഓർ ബോർഡം അതായിരിക്കണം റീസൺ, അതെന്നെ വീണ്ടും ആ ഒരു ബാഡ് ഹാബിറ്റിലേക്ക് തിരിച്ചു വിളിച്ചു. ആൻഡ് ഐ റിലാപ്സ്ഡ്, മാർക്കിംഗ് a negative graph yesterday. ഇന്നലെ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ I went for a cycle ride. About 20 kilometers ഞാൻ സൈക്കിൾ ഓട്ടി. പിന്നെ കളിച്ചു, ബാഡ്മിൻ്റൺ കളിച്ചു. വർക്കൗട്ട്സ് പ്രോപ്പർ അല്ലായിരുന്നു, പുഷപ്പ് ഒന്നും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. വർക്കൗട്ട്സ് പ്രോപ്പർ അല്ലായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് വേ ഓഫ് വേക്കിങ്. കുറച്ച് നേരം എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാനായിട്ട് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തത് ഉറക്കത്തിലാണ്. ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിന് മുമ്പുള്ള ആ ഒരു ടൈം ബോർഡം ഫീൽ ചെയ്തുകൊണ്ടാണ് ഐ തിങ്ക് ഐ റീലാപ്സ്ഡ്. പിന്നെ രാത്രിയാണെങ്കിലും പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അതാണ് വീണ്ടും എന്നെ റിലാപ്സ് ചെയ്യിച്ചത്. സോ 2 times യെസ്റ്റർഡേ ആ ഒരു ഗ്രാഫ് അങ്ങനെ ബ്രേക്കായിപ്പോയി. പക്ഷെ നമുക്ക് അത് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു കം ബാക്ക്, തിരിച്ചു വരണം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒരു 4 o'clock എഴുന്നേറ്റു. രാവിലെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഒരു 8:30 ആയപ്പം. അതിൻ്റെ ഒരു വിചാരത്തിൽ ഞാനിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റായിരുന്നു. പക്ഷെ 4 o'clock എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ തോട്ട്സ് ഇങ്ങനെ മനസ്സിൽ വന്നു. അപ്പം എനിക്ക് ബാഡ് ഹാബിറ്റ്സിൽ ഏറ്റവും കൂടുതൽ കുറേ നാൾ വിട്ടു നിൽക്കാൻ, അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് സാധിച്ചത് ദ ടൈം വെൻ ഐ വാസ് സോ ക്ലോസ് ടു ഗോഡ്. ഞാൻ ഭയങ്കരമായിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് മോർണിംഗ് ആൻഡ് നൈറ്റ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. 1 hour 1.5 hour ജസ്റ്റ് മീ ആൻഡ് മൈ തോട്ട്സ് ഞാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത്, ഫോൺ യൂസ് ചെയ്തില്ല രാവിലെ, ജസ്റ്റ് തോട്ട്സിൽ മാത്രമായിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ട്രൂ, ഞാൻ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആയിരുന്ന സമയത്ത്. മേ ബി അതിനൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ടായിരിക്കും, പക്ഷേ ഐ ബിലീവ് God was my first reason. God is always my first reason to fight all the sinfulness. എൻ്റെ മനസ്സിലുള്ള എല്ലാ ആ ഒരു തെറ്റും ഫൈറ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പവർ തന്നിരുന്നത് ദൈവമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈ ഫാദർ വാസ് എ ആൽക്കഹോളിക് പേഴ്സൺ about 2 years ago, and he fought it very well. ഭയങ്കര കുറേ വർഷങ്ങളായിട്ട് ഒരു പീക്ക് ആൽക്കഹോളിസം ഒക്കെ വന്നതാണ്. എന്നിട്ട് അതിൽ നിന്നെല്ലാം ഫൈറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഗോഡ് ഹോളിനെസ് ഉണ്ടായിട്ടാണ് മൂപ്പർ അതിൽ നിന്ന് മൊത്തം വിട്ടത്. ആൻഡ് ഹി യൂസ് ടു സേ, ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടിട്ടാണ് മൂപ്പർക്ക് അതിൽ നിന്ന് മൊത്തത്തിൽ മാറാൻ സാധിച്ചതെന്ന് എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പീക്ക് ടൈം ആയിരുന്നു അത്. ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു, ഐ വാസ് സോ ക്ലോസ് ടു ഗോഡ്. പിന്നെ വീണ്ടും ആ ഒരു ബ്രേക്ക്, ആ ഒരു നല്ലൊരു ഡിസിപ്ലിൻ എനിക്ക് ബ്രേക്കായിപ്പോയി. അപ്പോഴത്തൊട്ടാണ് വീണ്ടും ഞാൻ റിലാപ്സ്ഡ് again and again. അങ്ങനെയാണ് ഐ ലോസ്റ്റ് മൈ മോട്ടിവേഷൻ്റെ ആ ഒരു ഡിസിപ്ലിൻ പോയത്, പ്രയോറിറ്റീസ് മാറിയത്, മൈ തോട്ട്സിൻ്റെ ക്ലാരിറ്റി, മൈൻഡിൻ്റെ ക്ലാരിറ്റി എല്ലാം മാറി. സോ
യാ ഗോഡ് ഈസ് ദ റീസൺ. നമുക്ക് ദൈവത്തിലുള്ള ആ ഒരു ഫെയ്ത്തിനെ മാറ്റുന്ന സമയം വി ആർ സ്റ്റാർട്ടിങ് ടു അക്സെപ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. നമ്മൾ ഭയങ്കരമായിട്ട് ഔട്ട്സൈഡ് വേൾഡിൽ ബോധേഡ് ആവും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് our relationship with God. He will help us to fight through all the trouble. ഞാൻ നല്ലപോലെ ഐ യൂസ് ടു വാച്ച് സോ മെനി വീഡിയോസ് ഓഫ് പാസ്റ്റർ ക്രെയ്ഗ് റോസ്ചെൽ. ഹി വാസ് എ മെൻറ്റർ. ഞാൻ ഒരുപാട് സമയത്ത് നെഗറ്റീവായിട്ടിരുന്ന സമയത്തും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി ഡ്രെയിൻഡ് ആയിട്ടിരുന്ന സമയത്ത് ഐ യൂസ് ടു വാച്ച് ഹിസ് വീഡിയോസ്. എനിക്ക് ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഹി ഷോസ് മീ സം വീഡിയോസ് വിച്ച് റിയലി കണക്ട്സ്. ആ ഒരു ടൈമിൽ എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എനിക്കപ്പോൾ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്നത്. സോ ഭയങ്കരമായിട്ട് എനിക്കപ്പം ആ ഒരു ഫെയ്ത്ത് ഗീവ്സ് മീ സ്ട്രെങ്ത്. അങ്ങനെ വിചാരിച്ചപ്പം ദാറ്റ് ഹോൾ 2 hours ഐ വാസ് റിയലി തിങ്കിങ്. സോ ഗോഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു ടൈം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അത് എനിക്ക് തിരിച്ചു വേണമെന്നപ്പം I think that can bring me out of this jungle. എൻ്റെ ഈ മനസ്സിൻ്റെ ആ ഒരു ഡീപ്പ് ഫോറസ്റ്റിൽ നിന്ന്, ഡീപ്പ് ഫോറസ്റ്റ് ഫിൽഡ് വിത്ത് ഓൾ ദ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ്, അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റുന്നത് രക്ഷിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗോഡായിരിക്കും. അപ്പം ഞാൻ ദൈവത്തിലുള്ള ആ ഒരു ഫെയ്ത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പം മാക്സിമം ശ്രമിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുള്ള വചനങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഹി വിൽ ഓൾവേസ് ഫോർഗീവ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അങ്ങനെ ലോകത്തിൻ്റേതായ പല പാപങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ once and for all നമ്മുടെ തെറ്റെല്ലാം ഏറ്റുപറഞ്ഞിട്ട് ഇഫ് വി ഗോ ടു ജീസസ് ഓർ അവർ ഗോഡ്, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഹി വിൽ ഫോർഗീവ്. നമ്മളെപ്പോഴും ഹി ഓൾവേസ് ഓപ്പൺ ഹിസ് ഹാൻഡ്സ് ഫോർ അസ്. നമ്മൾ എപ്പോൾ ചെന്ന് മൂപ്പരുടെ കൈ പിടിച്ചാലും ഹി വിൽ ടേക്ക് അസ്. നമ്മളെ എപ്പോൾ ആണെങ്കിലും രക്ഷിക്കാൻ ഹി ഈസ് റെഡി. നമ്മൾ പോകേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം എനിക്കിത് മനസ്സിലായി തുടങ്ങി നമ്മൾ എത്രമാത്രം ഇഫ് യു ട്രൈ വി കാൺ ബ്രേക്ക് ദിസ് ബാഡ് ഹാബിറ്റ് വിത്തൗട്ട് ഹിം. നമ്മൾ ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഡേ 3 എൻ്റെ ഏറ്റവും വലിയ റിയലൈസേഷൻ ആയിരുന്നു ബാക്ക് ടു സ്പിരിച്വാലിറ്റി, ബാക്ക് ടു മൈ ലോഡ്. അത് തിരിച്ചു കൊണ്ടുവരും. സെൽഫായിട്ടുള്ള ലവ് വേണം. അത് സെൽഫായിട്ടുള്ള ലവിൻ്റെ കൂടെ തന്നെ spiritual love towards the Lord, towards the Creator is needed for us to seek this world. നമ്മൾ ഈ വേൾഡിൽ എന്ത് നമുക്ക് നേടണം അല്ലെങ്കിൽ സക്സസ് ആവണമെങ്കിലും we need the help of God. he gives us strength first of all. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവുമെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി, ഒരു ബലം നമുക്ക് ഒരുക്കി തരും ഫസ്റ്റ് ഓഫ് ഓൾ. അതാണ് ഞാൻ പണ്ടത്തെ ആ ഒരു സ്പിരിച്വൽ ടൈമിലാണെങ്കിലും വിശ്വസിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. യൂസ് ടു പ്രേ ലൈക്ക് ദാറ്റ്. കർത്താവേ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണേന്നല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. യൂഷ്വലി പ്രേഡ് ലൈക്ക് കർത്താവേ എൻ്റെ പ്രശ്നങ്ങളിൽ എനിക്ക് ശക്തി പകരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് യൂസ് ടു ഹെൽപ്പ് മീ അ ലോട്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു ടൈമിൽ എന്നെ ലോഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. ഐ ആം താങ്ക്ഫുൾ ടു ഹിം. ബട്ട് എൻ്റെ ആക്ഷൻസ് ഒരിക്കലും അദ്ദേഹത്തിന് താങ്ക്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നില്ല. എന്നെ കോൾ അപ്പോൺ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി അത് ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ഇന്ന് രാവിലെ എന്നെ സഹായിച്ചു ആ ഒരു 2 hour വിത്ത് മീ ആൻഡ് മൈ തോട്ട്സ്. ആ ഒരു ടൈമാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേക്കപ്പ് ആ ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവർ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. And the times is always up. So bye.